ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു ശ്രീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ എൻ്റെ കയ്യിലൊരു സ്റ്റീൽ ചെമ്പുണ്ടായിരുന്നു. അതിൻ്റെ നടുക്കിലൊരു ഹോള് വന്നിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റാതെയായി കിച്ചണിൽ. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയാലോ വിചാരിച്ചു. അങ്ങനെ ഞാനൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ഇതിൻ്റെ മുകളിൽ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഗമ്മ് തേച്ചു. ഗമ്മിൽ കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഗം എടുത്തിട്ടുള്ളത്. അത് ഒരു ബ്രഷ് വെച്ചിട്ട് ഞാൻ ഈ ചെമ്പിൻ്റെ മുകളിൽ മുഴുവനായിട്ട് തേച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ടിഷ്യൂ ഒട്ടിച്ചു കൊടുത്തു. ടിഷ്യൂ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ടിഷ്യൂ ആണ് ഒട്ടിച്ചു കൊടുത്തത്. ഞാൻ ആദ്യം ഒട്ടിച്ചപ്പോൾ അത് മുഴുവനായിട്ടായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. അങ്ങനെ കറക്റ്റായിട്ടൊന്നുമല്ല, ഒന്ന് ചുരുട്ടിക്കൂട്ടിയ പോലെ ആക്കിയിട്ടാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത്. പാത്രത്തിൻ്റെ ചുറ്റിലും ടിഷ്യൂ മുഴുവൻ ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ചുകൂടെ ഗമ്മ് തേച്ച് കൊടുത്തു. ഈ ടിഷ്യൂ നന്നായി ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചുകൂടെ ഗമ്മ് തേച്ച് കൊടുത്തത്. നിറയെ ഗമ്മ് തേച്ച് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങാൻ വയ്ക്കുക. ഞാനിതൊരു ദിവസം രാത്രിയിലാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ രാവിലെ വരെ അതങ്ങനെ വെച്ചു. അപ്പോൾ രാവിലെ ആയപ്പോഴേക്കും അത് നന്നായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ഊളൻ നൂലുകൊണ്ട് ഒന്ന് റൗണ്ടിൽ ചുറ്റി കൊടുത്തിട്ടുണ്ട് നടുക്ക്. ഒരു 4-5 ചുറ്റാണ് ഞാൻ ചുറ്റി കൊടുത്തിട്ടുള്ളത്.
അതിനുശേഷം ഞാൻ കുറച്ച് പരിപ്പ്, നമ്മൾ കറി വയ്ക്കുന്ന പരിപ്പില്ലേ, ആ പരിപ്പ് ഈ നൂലിന് ചുറ്റിലും ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. മുകളിലും താഴെയായിട്ട് ഈ പരിപ്പൊന്ന് ഒട്ടിച്ചു കൊടുത്തു. അതിന് കുറച്ച് ഗമ്മ് തേച്ച് കൊടുത്തിട്ട് പരിപ്പെല്ലാം അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. ഇപ്പം മുഴുവനും ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ആ വക്കിൻ്റെ ഭാഗത്ത് ഞാൻ ഗമ്മൊന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല, അതിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് പിടിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ അവസാനത്തേക്ക് വെച്ചതായിരുന്നു. അവസാനം ഞാൻ ആ വക്കിൻ്റെ ഭാഗത്ത് ഗമ്മ് തേച്ച് ടിഷ്യൂ പേപ്പറൊക്കെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായി അതിൻ്റെ മുകളിലും ഗമ്മ് തേച്ചിട്ട് ആ പൊങ്ങി നിൽക്കുന്ന ടിഷ്യൂ പേപ്പറൊക്കെ നന്നായി ഒട്ടിച്ച് ഉള്ളിലേക്കാക്കി ഒതുക്കി കൊടുത്തു. അതിനുശേഷം അത് ഉണങ്ങിയതിന് ശേഷം ഞാനതിൽ സ്പ്രേ പെയിൻറ്റ് അടിക്കുകയാണ് ചെയ്തത്. എൻ്റെ കയ്യിൽ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതാണ് അതിൽ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടാണ് സ്പ്രേ പെയിൻറ്റ് അടിച്ചത്. റൂമിലൊക്കെ ആവുന്നതുകൊണ്ട് പുറത്ത് ഞാൻ മുറ്റത്ത് കൊണ്ടുപോയിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്പ്രേ പെയിൻറ്റ് അടിക്കുമ്പോൾ കുറച്ച് ദൂരെ വെച്ചിട്ട് അടിക്കണം. പക്ഷേ എനിക്ക് എൻ്റെ മുഖത്തേക്ക് അതിൻ്റെ ഇതടിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് അടുത്തേക്ക് വെച്ചിട്ട് അടിച്ചത്. അതിനുശേഷം അത് ഉണങ്ങാൻ വെക്കണം. ഞാനൊരു ദിവസം ഉണങ്ങാൻ വെച്ചു. ഉണങ്ങി അത് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഞാൻ ഇങ്ങനെയാക്കി മാറ്റി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇനി പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.